ഡിസ്കോ ട്രോൾസ് നോക്കി നമ്മൾ താഴെ എത്തി കേട്ടോ. ഇതൊക്കെ എന്തരാ? മെന്നിയണ്ണൻ കനിക്കലോ 390 കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നോ? മെന്നിയണ്ണനാ കൊള്ളൻ. ഫോൺ വിളിച്ച് ചോദിക്കട്ടാ, അത് ചോദിക്കണം കേട്ടോ. ബിസിയാടേ, ബിസി. എടെ കട്ടച്ചക്ക ഈഗിൾ ബ്രോ ഇല്ല സബ്സ്ക്രിപ്ഷനിൽ. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് സബ്സ്ക്രൈബ് ചെയ്തേട്ടാ. ബിസി ട്യൂൺ എന്നെയാണ് രണ്ടാമത്തെ സിമ്മിൽ ആരെ കോൾ വിളിക്കുന്നത്, അതാണ് ബിസി ട്യൂൺ കേൾക്കുന്നത്. ലൈവാണോ? ഈഗിൾ ബ്രോ ഇന്നലെ തൂക്കിയോ? ഓക്കെ. ഞാൻ ഡിലീറ്റ് ആക്കിയതാണല്ലോ. അതൊന്നും ഡിലീറ്റ് ആക്കാൻ പാടില്ല, അതൊക്കെ കാണണം. ടർബോ ജോസ്, ഇത് സത്യം, അത് സത്യമാണ് കേട്ടോ. എടാ ഏത് മുതൽ കാണാം? താഴെന്ന് മേലോട്ടോ, മേലെന്ന് താഴോട്ടോ, എങ്ങനെ വേണോ തുടങ്ങാം? ഫ്രം ദ ബിഗിനിങ് ടു ദ ബോട്ടം ഓർ ബോട്ടം ടു ദ ബിഗിനിങ്, നെവർ മാറ്റേഴ്സ് വാട്ട് ഹാപ്പൻഡ്. പിന്നെ മാക്സിമം ഗെയിം റിലേറ്റഡ് ഇടാ. റീൽസ് കുറയ്ക്കുക, നല്ല റീൽസ് ആണ്. അതായത് നമുക്ക് വരെ ഭയങ്കരமான റീൽസ് ആണെങ്കിൽ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. കൊള്ളാം കേട്ടോ. ഒരു മറ്റേ കുറച്ചധികം ഉണ്ട് കേട്ടോ. സക്കീർ ഹുസൈൻ ബ്രോ വിഷയം കേട്ടോ. 5 years, എന്റെ അമ്മോ കൊള്ളാം. കുറച്ചധികം, പക്ഷെ പാടായിരിക്കും കേട്ടോ റോഡിലിറക്കാൻ. ഈ സെയിം ഹെഡ്ലൈറ്റ് അല്ലേ ഡ്രീമർ വെച്ചിരിക്കുന്നത്? ഡ്രീമറിന്റെ സെയിം ഹെഡ്ലൈറ്റ് ആണ്. അവന് പിന്നെ ഈ ഡ്രീമർ പിന്നെ ഇങ്ങനെ ഈ ഒരു ആ ഒരു ക്ലാസിക്കൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരൊറ്റ വാശിയായിരുന്നു അവന്. കൊള്ളാം ബ്രോ, കൊള്ളാം. ഡേവിഡ് കണ്ണാപ്പി കാണുവോ? എനിക്ക് ഡേവിഡ് കണ്ണാപ്പി ഇന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ബ്രോ. കണ്ണാപ്പിന്റെ അടുത്ത് വേണമെങ്കിൽ വിളിച്ച് ഇന്ന് മറ്റേ ഇത് കയറാൻ പറയാം, ഡെത്ത് റേസ് കയറാൻ പറയാം. every assets of my mother's name from car to house. I don't want to give away 50% to anyone else in future loves. Once said. സത്യമല്ലേ? അയ്യോ, സത്യം ഒന്നും പറഞ്ഞൂടാ. ഇത് സത്യം എന്ന് പറഞ്ഞിട്ട് വേണം അടുത്ത കലിപ്പോട് നടക്കാൻ. അങ്ങനൊന്നും ഇല്ലടാ, ആഗ്രഹം ഇല്ലടാ. നെവർ ലെഫ്റ്റ്. ബ്രോ ബട്ട് കാണാൻ പറ്റിയില്ല. ലൈക് ക്വാളിറ്റി ഭയങ്കര കുറവായിരുന്നു, കാണാൻ പറ്റില്ല. ഇതെന്താണെന്നുള്ള പകത് കാണിച്ച് മനസ്സിലാക്കി തരും. ഒരു വാക്ക് ഒറ്റ പേര്, അതിന്റെ പകുതി. വിഷയല്ലേ? ലാസ്റ്റ് മുറി. അമ്പാണേ അണ്ണാ ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കണം അങ്ങോട്ട്. ഏടാ ഇതൊക്കെ ആരുടെ പടച്ചു വരണേ? ശ്രദ്ധിക്കടാ. ഒരു പേരിനെ രണ്ടായിട്ട് മുറിച്ചു. അതിന്റെ രണ്ടാമത്തെ ഭാഗത്താണ് പുള്ളി പറയുന്നത്. എന്റെ അമ്മ, അത് പക്കാട്ടോ. ഡേവിഡ് കണ്ണാപ്പി വീഡിയോ റിയാക്ട് ചെയ്യാവോ? റിയാക്ട് ചെയ്യണം. അത് ആരാ ഇട്ടിരിക്കുന്നേ?
ഏതാ സ്കൂളിങ്ങും കോളേജും ഒക്കെ നാട്ടിലായിരുന്നു. അപ്പൊ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. റൈറ്റ്? റീൽസ് അല്ലടാ. Sad to tell you this, Hyderabad is a really bad choice. ഓ അതിന് വേറെ രീതി ആക്കിയല്ലേ. എവിടെയാണ് കൊണ്ടുവരുത്തി കണ്ടത്തിന്റെ അടുക്ക ഈ വിഗ്രഹം എവരുടെ താത്തയ്യ? I'll kill Subin. ഒറ്റടിക്ക് അതിനെ കൺവേർട്ട് കൺവേർട്ടിങ്. എന്റെ ഒരു എന്ത് ഭാവിച്ചിട്ടാ? നിങ്ങൾ പാനിക് ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. കൊറേ നേരമായിട്ട് ഒരു എന്റെ അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം കേടാ. ആ സീൻ എന്ത് പറയും? ആ സീൻ എന്ത് പറയും? ഫിലിമിന്റെ സ്റ്റോറിയും ആ ഒരു ജനറും എല്ലാം മാറിപ്പോയി. പ്രവാൻ. ഡിവോഴ്സ് ഞാൻ അറിഞ്ഞു ശരി. സത്യം പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു കേട്ടോ. ട്രെവർ, നമ്മുടെ GTA വൈസിറ്റിയിലെ മൈക്കിൾ ഇല്ലേ? മൈക്കിൾ GTA 5 ഇല്ലേ? ടോമി പെട്ടെന്ന് മറന്നോടാ. സാൻ ആൻഡ്രിയാസ്. എന്ത് സീനാണത്? ഫ്രാങ്ക്ലിൻ മൈക്കിൾ ടവർ അതറിയാടാ. CJ അത് അടുത്ത CJ. എടാ അത് കിട്ടുന്ന വീഡിയോ അല്ലേ? എവർഗ്രീൻ ടോമി CJ. എന്റെ അമ്മ. TVയെ കള്ളം വില്ലി. ഓ ഇതാണല്ലേ കള്ളം വില്ലി. ഓ ഓക്കെ. അപ്പൊ അവ അത്ര ഇൻട്രോവേർട്ട് അല്ല. മുഖം കാണിക്കുന്ന ഒരുത്തനും കൂടെ കേറിയപ്പോ. ഓ അതൊരു സമയം. ഓടുന്ന സൈഡിൽ കൂടെ ഓടും. ഈ ഗെയിം അറിഞ്ഞൂടാത്തവരാരൊക്കെ ഉണ്ട്? ഇത് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് പ്രായം കുറയാൻ പോകുന്നില്ല, അത് മനസ്സിലാക്കണം. ഒരു 30 വയസ്സുള്ള മറ്റേ കിളവനും മാമനൊക്കെ വന്നിട്ട് അറിഞ്ഞൂടാന്ന് പറയരുത്. ഇതെന്താണെന്നുള്ള പകത് കാണിച്ചു. അത് കണ്ടതാ ബാലൻ. എടാ ബാലൻ ബാലനല്ലേ ഇത്? ഇവൻ എന്നെ ഈയിടെ ടാഗ് ചെയ്ത് ഇച്ചിരി കൂടുതലാ. ജോസഫ് ഈസ് ഹീറോ സെറ്റ്. അസൽ ബാലൻ ഇച്ചിരി മുടി വെട്ടിയ ബാലൻ. എടാ അത് പക്കാ ബാലൻ ഒന്നുമില്ല. തെയ്യോ അമ്പലത്തിൽ ഉത്സവമായിരിക്കും. നമുക്കുള്ള പോലത്തെ ഇതുപോലത്തെ വെറൈറ്റി കൾച്ചർ ഒന്നും സത്യം പറഞ്ഞാൽ വേറെ പുറത്തോട്ടൊന്നും അങ്ങനെ ഇല്ല അല്ലേ? അവിടെ മറ്റേ ഹാലോവീൻ അത് ഇത് അങ്ങനത്തേക്കല്ലേ ഉള്ളൂ. ഞാമൽ മിത്തപ്പൻ കണ്ണൂരാണോ? ഓ ഇച്ചാപ്പോ ഞാൻ വരച്ചോണ്ട് ഇന്നലെ കണ്ടാണോ? ഓ
ബ്രോ വിഷയമാണ് ബ്രോ വിഷയമാണ് ഗൈസ് ബൈ HR ആർട്ട് ഹരികൃഷ്ണൻ HK ആർട്ട് ഹരികൃഷ്ണൻ ആർട്സ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഡു സപ്പോർട്ട് അച്ഛോ ഇതാരാ വാച്ചുമോനോ ഇച്ചിരി കൂടെ ഇറങ്ങി തുമ്പിക്കൈയിലിരിക്കായിരുന്നില്ലേ എന്റിലുണ്ട് പണ്ട് വണ്ടർല പോയ ഫോട്ടോ പക്ഷെ അതെങ്ങനെയല്ല മറ്റേ ഒമിനിയുടെ ഫ്രണ്ട് ഇരുന്ന് കരഞ്ഞു മെഴുകുന്നത് SNG ഏഷ്യ നമ്പർ 1 വാച്ച് ഫുൾ വീഡിയോ ഗെയിമർ ഇതെന്തുവാ അതെന്തുവായിരുന്നു Who is the most beautiful girl in the world? ആളെണീറ്റ് നോക്കിയല്ലേ എന്തുവാ എഴുതിയിരിക്കുന്നേ ഹൂസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ വേൾഡ് എന്തടി നോക്കണ്ടായിരുന്നു അങ്ങോട്ട് മര്യാദക്ക് തീ തന്നെ നോക്കിയത് എടുത്ത് ഇതിന്റെ ആവശ്യം ഇതിന്റെ താല്പര്യമില്ല എന്തോ അവിടെ എന്താ എന്നെ എന്നാ കുരുന്നരി സോഫ്റ്റ്ലിനോ ഗ്ലാമർ ഞാനും ആഗ്രഹിക്കുന്നു ഏതാ വൈബ് എടാ അതിലാ റീൽസും എല്ലാം വരല ആ സിനിമയെ മൊത്തത്തില് വരലാട്ടോ ലൈക്ക് മലയാളം സത്യം പറയാം മലയാളമൊക്കെ ലൈക്ക് എവിടെ എത്തി മലയാള ഇൻഡസ്ട്രി ഒക്കെ ലൈക്ക് മുമ്പ് ഈ ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമയൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പൊ മലയാളം ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് പൊളിയായി വില്ലിന്റെ ഇത്തിരി സീൻ ഫോട്ടോസ് ഞാൻ ഡിജിറ്റൽ താഴെ നോക്കാം പാപ്പട്ട് വന്നല്ലോട്ടോ അവനെ ഇപ്പോഴേ വെറുപ്പിക്കല്ലോ നമുക്ക് സമയം എടുത്ത് നോക്കണം അവനുമായിട്ട് നല്ലൊരു കമ്പനിയൊക്കെ ആയി ഒരു അലമ്പ് പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ആയതിനു ശേഷം ഈ ഫോട്ടോ കാണുമ്പോഴാണ് കൂടുതൽ ഇത് ആദ്യമേ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇതങ്ങ് പോയി മനസ്സിലായില്ലേ ഇവൻ നല്ല മറ്റേ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഞാൻ ഭയങ്കര മറ്റവനാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഈ കെട്ട ഫോട്ടോസ് ഒക്കെ ഇടണം അപ്പോഴത്തേക്ക് രസമാണ് തൗഫി അണ്ണ ATX പ്രൊനൗൺസിയേഷൻ നോക്കട്ടെ ഇതാണ് ഞാൻ തപ്പി കിടന്നത് മതി അത് സെറ്റാണ് Age plus responsibilities. My gaming skills, friends and family. My gaming skills. അവിടെയും TV ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങള് എന്തുവാ ന്യൂസിലുണ്ടെന്നോ എന്തുവാ ഇത് കിടില വീഡിയോ ആയിരുന്നു കേട്ടോ സിമ്പിൾ ബട്ട് പവർഫുൾ മികച്ച റിക്രൂട്ട്മെന്റ് ഇപ്പോഴത്തെ ഒരു TV ഒരു മെയിൻ ലൈനപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ലൈനപ്പ് തന്നെയാണ് നമ്മള് റോൾ ചെയ്യും. That confidence, bro. That confidence.
ഒന്നുകൂടെ കേട്ടെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ലൈനപ്പ് തന്നെയാണ്. നമ്മള് പിയോൺ നമ്മള് റോൾ ചെയ്യും. എല്ലാരും ഉണ്ട് സെറ്റ് അതൊരു വിഷയം സാധനമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഡേവിഡിന്റെ ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ നിന്ന് തരുള്ളൂ, ബാക്കി എല്ലാം നീ എനിക്ക് ചെയ്തു തരണം. എല്ലാം ചെയ്യണം, എല്ലാം ചെയ്യും. അണ്ണൻ ഹാപ്പി ആയിട്ട് പോകും. എല്ലാം ചെയ്തു തരുമോ? അത്രേ ഉള്ളൂ. എന്തും ചന്ദ്ര എന്നെ സാറ്റിസ്ഫൈ ചെയ്യണം നീ. ഓ സാറ്റിസ്ഫൈഡ്. ഓക്കെ സാറ്റിസ്ഫാക്ഷൻ. കീറും സത്യം പാവൻ. ബിവറേജ് ഔട്ട്ലെറ്റുകളും ഉണ്ട്. എവിടെ കേട്ടില്ല. കേരളത്തിൽ മൊത്തം എത്ര ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉണ്ട്? 511. ഞാൻ വെരി ഗുഡ് കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുതിയതല്ലേ പറഞ്ഞ സമ്മതിച്ചേ പറ്റൂ. ബാബയ്ക്ക് പാടണം. മലയാളം ഹിന്ദി തമിഴ് ഏത് വേണേലും പാടാം. പാടല്ലേ? പച്ചപ്പാനന്ദത്തെ പുന്നാര പൂമുട്ടെ പച്ചപ്പൂമലരേ അയ്യോ പച്ചക്കൊരു വാനം എടാ TKRP ഇറങ്ങുന്ന സീനൊക്കെ ഓർമ്മയുണ്ട്. അയ്യോ എന്തോരം വെറുപ്പിക്കലല്ലേ വെറുപ്പിച്ച അവിടെ. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടും പതിയെ സർവൈവ് ചെയ്ത് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മള് ഓൾവേസ് ഗോൾ. എടാ ഞാൻ ഈ TKRPയിൽ സ്ട്രീം ചെയ്തോണ്ടിരുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു അതിന് പണ്ടത്തായിരുന്നു അടിപൊളി ഓൾഡ് ഈസ് ഗോൾ. അതിനും ഒരു 6 മാസം മുന്നേ ചെയ്ത് പറഞ്ഞു അതിന് മുന്നത്താണ്. ഗൈസ് ഇപ്പൊ ചെയ്യുന്നതെല്ലാം ഇപ്പോഴത്തെ കാലത്ത് നല്ലതായിരിക്കും. നമ്മൾ പിന്നീട് അത് ആലോചിക്കുമ്പോഴാണ്, അതായത് ഇപ്പൊ ചെയ്യുന്നത് മീൻസ് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഓക്കെ എന്നൊക്കെ നോർമലി കണ്ട് ചിരിച്ചു. പക്ഷെ പിന്നീട് അത് ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് ടു ഗുഡ് എന്ന് തോന്നും. അതല്ല അങ്ങനെ ഇതിനിപ്പോ ഇന്നലെയും എനിക്ക് തോന്നുന്നു ഇന്നലെയും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറെ നേരം RP ആയിട്ട് ചെയ്തു. അതായത് വേറെ വള്ളി സിറ്റുവേഷനോ കറക്കോ കറങ്ങിയിടുന്നാലും നമുക്ക് ഓക്കെയാണ്. കുറെ നേരം വണ്ടി ഇരുന്നാൽ തന്നെ നമ്മൾ കുറെ സംസാരിക്കും. പക്ഷെ ഇന്നലെ എന്നാലും നിന്നുകൊണ്ടൊരു എന്താ പറയുക എഫേർട്ട് എടുത്ത് നമ്മളൊരു സിറ്റുവേഷൻ ഇന്നലെ ചെയ്തു. ഒത്തിരി നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നല്ലേ, കുറെ നാൾക്ക് ശേഷമല്ലേ ചെയ്തത്. അപ്പൊ അതൊക്കെ നാളെ നിങ്ങൾ ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ ഏതെങ്കിലും സെർവറിലൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കളിച്ചു മുട്ട അടിയൊക്കെ ആയിരിക്കുമ്പോ ഓൾഡ് RP ഈസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് പറയും. പിന്നല്ല ഞാനിത് കാണാറുണ്ട് സീരിയസ്ലി ഇത് കാണാറില്ല. ഞാൻ ഷോർട്സ് കാണും, കാര്യങ്ങളൊക്കെ അറിയും, കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പൊ നമ്മുടെ ജിൻഡോക്കുട്ടൻ കപ്പടിക്കുമല്ലേ. എല്ലാരും വന്നിട്ട് ഒരു സിറ്റുവേഷൻ എടുക്കാം. ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലടാ, എല്ലാരും അടിക്കണം എന്ന് വെച്ചാ ബാക്കിയുള്ളവര് നമ്മളെ ഒരുമാതിരി നമ്മളായിട്ട് സിറ്റുവേഷൻ എടുക്കരുത്. അവര് ആ രീതിയിലാക്കണം, അല്ലാണ്ട് ഒരു ഇതുണ്ടാവില്ല. സ്നൈപ്പൊക്കെ തിളച്ച് നിക്കോട്ടോ, അഴിച്ചുവിടണം, പയ്യെ അഴിച്ചുവിടണം എല്ലാത്തിനും. പിന്നെ ഞാൻ ഈയിടെയായിട്ട് 1-2 ഇതില് റീൽസിലും പിന്നെ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ വീഡിയോ ഒരെണ്ണം 2 കുറെ പേര് റിക്രൂട്ട്മെന്റ് നടത്തിയത് ഒരുപാട് പേര് ഇത് കമന്റ് ഇട്ടിട്ടുണ്ടേ. അപ്പൊ ഇവരൊക്കെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റിക്രൂട്ട് ചെയ്തു, ഒരു 2 റിക്രൂട്ട് കൂടെ എടുക്കുന്നോ 3 റിക്രൂട്ട് എടുക്കുന്നോ, വാറ് തോറ്റപ്പോ റിക്രൂട്ട് എടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ഒരു ഗ്യാങ്ങിലും അപ്പൊ 20 പ്ലേയേഴ്സ് അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നവരേ ഉള്ളൂ, പിന്നെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല ഒരു ഗ്യാങ്ങിലും.
ഒരു വാർ നോക്കുമ്പോൾ എന്താണ് പ്രശ്നം? ആ വാറിൽ കളിക്കാൻ പ്ലെയേഴ്സ് ഇല്ല എന്നതുകൊണ്ടായിരിക്കും എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള പ്ലെയേഴ്സ് ഇല്ല, അതായത് ഇനാക്റ്റീവ് ആണ് എന്ന് തോന്നുമ്പോഴാണ് റിക്രൂട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിന്റെ കാര്യം ആവശ്യം വരുന്നത് ഇത്തവണയും നമ്മൾ കളിക്കാൻ തികച്ച് 15 പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്നൊരു ഓപ്ഷൻ. ഒരാളെയോ രണ്ടാളെയോ എടുത്തോ വീണ്ടും അതേ സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചു ഇത്തവണ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുക, നമ്മൾ അടിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അടിക്കണം. ചെയ്തു, മനസ്സിലായില്ലേ? ചെയ്തു. അതിനി അടിക്കും, ഇനി എല്ലാത്തിനും അടിക്കും. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് പറയാം. ഇതായിട്ട് ലോകത്ത് ഒരുത്തനും റിക്രൂട്ട്മെന്റ് എടുക്കാത്ത പോലെ പലവന്മാരും വിളിച്ച് പലവരും പോയിട്ടില്ല, അത് വേറെ കാര്യം. അതൊക്കെ മോനെ പൂത്തി വെക്കും. അയ്യോ, പറയുന്ന കേട്ട് കഴിഞ്ഞ് വേറെ ആരും റിക്രൂട്ട് ചെയ്യാത്ത പോലെ മറ്റേ ആദ്യം ഉണ്ടായിരുന്ന 10 പേരെ വെച്ചല്ലേ എപ്പോഴും നടത്തുന്ന ഗ്യാങ് ഓരോരുത്തന്മാരെ. ഒന്ന് പോവാൻ പറയടാ, ഒരു മിനിമം ബുദ്ധി ഇല്ലാത്ത രീതിയിൽ സംസാരം ആലേക്കും കിടന്നത്. ബ്രോ, മൈ പൂച്ച ഫാൻ ബ്രോ, ഫാനാണോ? കുറച്ച് പുറത്ത് പൊക്കോളും. പൂച്ച പറയും എന്റെ ഭാഷയാണ് ഇതിൽ എളുപ്പമെന്ന്. അടിച്ചു മലത്തി അന്തര അങ്ങോട്ട്. അത്രേ ഉള്ളു അന്തര. അടിച്ചടാ ചന്ദ്രു, നല്ല അടി അടിച്ചടാ ചന്ദ്രു, കീഴിലളിയാ. ഇതിപ്പം പ്രശ്നം എന്താന്ന് വെച്ചാലേ ഈ മരിച്ചവരുടെ വീട്ടുകാരെ ഇത് അറിയിക്കണം. അത് വിളിച്ച് പറഞ്ഞാ പോരെ? മതി, അത് മതി. ഷിഫ്റ്റിലുള്ള ആർക്കും പക്ഷെ അത് പറ്റില്ലെന്നാ പറയുന്നത്. എന്താ പറ്റാത്ത? ഈ മനുഷ്യപ്പറ്റൊക്കെ ഉള്ളോണ്ട് നിനക്കാവും പിന്നെ ആ സീനില്ലല്ലോ. ഹലോ, ആരതി അഭിരാം അല്ലേ? അഭിരാം രാഘവന്റെ വൈഫ് അല്ലേ മാഡം? ഓക്കെ മാഡം, ഞാൻ ട്രാവൽസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ടീമിന്റെ കൂടെയാണ് മാഡത്തിന്റെ ഹസ്ബൻഡ് ഹരിദ്വാറിലേക്ക് പോയത്. അവർ പോയ ബസ് ഗംഗയിലേക്ക് പറഞ്ഞു. മരിച്ചവരുടെ കൂട്ടത്തിൽ മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ പേരുണ്ട്. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് വഴി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നാളെ ഈവനിംഗ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും. അവിടെ ഒന്ന് മാഡത്തിന്റെ ബോഡി കളക്ട് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ മാഡം? ഹലോ മാഡം, മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? അത് കൊണ്ടടാ, അതൊക്കെ കൊണ്ടാ. കിടില ആക്ടറാണ് കേട്ടോ. അത് വലിപ്പിച്ചെടുത്തു. അത് കൊണ്ടു. അയ്യോ, സുബ്രജിന് പൈസ ഇല്ലണ്ണ, വേണേൽ കുനിഞ്ഞു തരാന്നോ? അതൊരു കാര്യം ചെയ്യും, റീക്കോണിന്റെ വീട്ടിലോട്ടോ, ഞാൻ വണ്ടിക്കുള്ള പൈസ തരാം. അതൊക്കെ മതി. എന്നെ റീക്കോണിന്റെ വീട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. റീക്കോണിന്റെ വീട്ടില് എടാ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സരക്കണം കൺഫേം ആയിട്ട് അപ്പുറത്തിന് തന്നെ തുപ്പ് അടിക്കും. 1 year മുമ്പുള്ള ഷോർട്ട് ഫിലിമാണ്. ഇതിന്റെ ലാസ്റ്റ് JK എന്ന് പറയണം അല്ലേ? സരക്കണ്ട അധികം നമ്മള് വേണ്ട കുത്തി നമിക്കേണ്ടതല്ലോ. നാളെ അണ്ണ എന്നെ എടുത്ത് വെച്ച് നോക്കും മീൻസ് അടുത്ത എന്റെ 1-2 വീഡിയോ ഇനി കൊണ്ടിട്ട് സരക്കണ്ട. ഞാൻ ഇപ്പൊ ഈ റീൽസ് നോക്കി 2 റൗണ്ട് നല്ല ആർത്ത് ചിരിച്ചു കഴിഞ്ഞാൽ നാളെ മിനിമം ഒരു 10 റീൽസിൽ എന്നെ ടാഗ് ചെയ്യണം. എനിക്ക് വയ്യ 10 റീൽസ്. എന്ത് വില കൊടുത്തും പരീക്ഷ പാസ്സാവുക, ബ്ലോ ജോബ് മേടിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല സൂപ്പറായിരിക്കും. ഓഹിനെ മരിച്ചോണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ? ഞാൻ കണ്ടു ബ്രോ, കണ്ട് ഇത് ഇന്നലെ കണ്ടതാ.
12 സിനിമയോ? എടാ അതെങ്ങനെ? എടാ ചുറ്റും ഇതല്ലേ, ഇത് നമ്മുടെ പ്ലാനറ്റോറിയത്തിലുണ്ടായിരുന്നു പണ്ട്, മൊത്തം ചുറ്റുമുള്ള സിനിമ. എനിക്കൊന്ന് ഇത്രയും തറ ഒഴിച്ച് ബാക്കി എല്ലാം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രൊജക്ടർ വെച്ച് ഇങ്ങനെ ഇത് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, തറ ഒഴിച്ച്. ഇതൊക്കെ എന്താ? ഓ ഓൾഡ് ഡേയ്സ്. ഓൾഡ് ഡേയ്സ് അല്ലേ, ഓൾഡ് ഡേയ്സ്. ഇതൊക്കെ ചോദിച്ചു വാങ്ങുന്നു കേട്ടില്ല, കണ്ടു നോക്ക്. സോറി, എനിക്ക് തീയുടെ അടുത്ത് ഞാൻ നിൽക്കില്ല കേട്ടോ. തീയുടെ അടുത്തേക്ക് നീ ലക്ഷ്മിയല്ല, പെട്രോൾ പമ്പല്ല. ഉപ്പുണ്ടോ നോക്കിയേ. കുറവാ. അത് ഉപ്പാണ്. ലക്ഷ്മിയുടെ സമയമാണല്ലോ. അങ്ങനെ തങ്കച്ച അന്ന് പറഞ്ഞ തങ്കച്ച അത് മനസ്സിലായില്ല. ഇപ്പോഴാണ് ഓണത്തിന് നിന്റെ കാർ റിലീസാണ്. അതൊക്കെ എനിക്കെന്താ ജോലി? എനിക്കൊന്നുമില്ല. ബാക്കിലുള്ള കുരുപ്പ് ഈ ചേച്ചിയുടെ മോനാ, കുരുപ്പല്ല. നിന്നെ ആ ആൾക്കാരെ കണ്ട് നിന്നെ പറയാ കുരുപ്പ്. കാണിച്ചോട്. കണ്ട അഹിക്കുട്ടൻ, പല്ലില്ലാത്ത കുട്ടൻ, അഹിക്കുട്ടൻ. ദാമു വീട്ടിൽ വന്ന ദാമു അല്ലടാ അത്. ഉഫ്, കോമഡി അത്. നവീന് ഈ കറിയപ്പല ഓരോന്നെടുത്ത് ഇസ്തിരിപ്പെട്ടിട്ട് തേച്ചുണ്ട്. നമ്മളെ പോലെ തമാശ തന്നെ നമ്മളെ കാണുന്ന. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ തമാശ മാത്രമല്ലേ മനസ്സിലാകത്തുള്ളൂ, അതുപോലെയാണ് അവർക്ക് അവരുടെ തമാശ, നമുക്ക് നമ്മുടെ തമാശ. ഇതിൽ പക്ഷെ ആദ്യം പറഞ്ഞത് എനിക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം പറഞ്ഞ 2 തമാശ കിട്ടില്ലാണ്. പിന്നെ ഈ പറഞ്ഞൊക്കെ എല്ലാ തമാശയും ഹിറ്റ് ആവാനൊന്നും പോകുന്നില്ല ഗൈസ്. നല്ല ചില തമാശ ഹിറ്റ് ആവും, ചിലത് അതല്ല. അത് തമാശ പറയുന്നവർക്കേ മനസ്സിലാവുള്ളൂ. പുഴുത്തിട്ടുണ്ട്, എന്തോ ഒരു തമാശ താഴെ കിടന്ന് പുഴുത്തിട്ടുണ്ട്. അറപ്പ് തോന്നും ചില തമാശകൾ ഞാൻ പറയുന്നത് എന്നോട് പലർക്കും. അത്രേ ഉള്ളൂ. ക്രിക്കറ്റിനെ പറ്റി അധികം ഇറങ്ങി ചിന്തിക്കാത്തോണ്ട് എനിക്കത് അറിയാൻ പറ്റിയില്ല. ഇത് കൊള്ളാടാ. ഈ ടീമിൽ വീഡിയോ ഇറങ്ങണം. കുണ്ടി ഹലോ. അതല്ലേ അത് ആരായിരുന്നു? ആരടാ? ഓ തന്ത പോയോ ആർപ്പിയോ. എന്റെ നോർമൽ ആർപ്പി അങ്ങനെയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ. എനിക്ക് ചിലർക്ക് കണ്ടാ പിടിക്കൂല, ചില പിള്ളേരുടെയൊക്കെ കുത്തിത്തിരിപ്പ്. അതെന്താ ദേവരെ കൊണ്ടാണോ? അയ്യോ ദേവരെ കൊണ്ടാണോ? ഇവര് സെറ്റാണോ? വാട്സപ്പ് എന്ന് പറഞ്ഞ വാട്സപ്പ് ഡിയർ അങ്ങനെയല്ലേ? അത്രേ ഉള്ളു. റീൽസ് ഇടിക്കുന്നൊരു പഞ്ഞില്ല. പക്ഷെ കാലം എത്ര മതിയാലും ഇത് മറ്റു സാധനമാണല്ലേ. ആപ്പിളിന്റെ പ്രോഡക്റ്റിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ വലിയ സാധനം വരുമല്ലേ. ഇത് വന്നാൽ വരുമായിരിക്കുമല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടല്ലേ. ഇത് വരൂല. ഇത് വരൂല. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഏതൊരു ആപ്പിൾ പ്രോഡക്ട്സ് മേടിച്ചാലും വരും. നമ്മൾ എന്തിനും ഇങ്ങനത്തെ തോന്നിയാസൊക്കെ കാണിക്കുമ്പം.
ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ എവിടെ വരുന്നത്? കണ്ണാപ്പിയുടെ വീഡിയോ റിയാക്ട് ചെയ്യാം ബ്രോ. റിയാക്ട് ചെയ്യാം. കുറച്ച് കഴിയുമ്പോ അവൻ നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാശി കോപ്പിയോ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല, മനസ്സിലായോ? ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. പറയാൻ പറ്റത്തില്ല, വളർന്നു വരുന്ന തലമുറയാണ്. കുണ്ണയില്ലാത്ത പരിപാടി കാണിക്കും പിള്ളേർ. കാര്യം പറയാൻ സീരിയസ്ലി അല്ല, മോനെ പറ്റി അല്ല, മനസ്സിലായോ? വളർന്നു വരുന്ന തലമുറയുടെ പിള്ളേരെ പറ്റി പറഞ്ഞ, മനസ്സിലായോ? അല്ലടാ, പുതിയ തലമുറയിലെ പിള്ളേരെ പറ്റി ഞാൻ പറഞ്ഞു, അല്ലാണ്ട് അവനെ പറ്റിയല്ല. അവനാ കൂട്ടത്തിലില്ല, അവനാ കൂട്ടത്തിൽ കൂട്ടല്ലേ, കണ്ടല്ലോ. ആള് പറഞ്ഞ വിശ്വസം തെറ്റിപ്പോയതാണ്. അതവിടെ തോണ്ടിയെടുത്ത് മറ്റേ തിരിച്ചു വന്നിട്ട് ഒരു അപ്പാപ്പന്റെ നേരത്തെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വില്ലൻ വന്ന് ഇങ്ങനെ പിടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, ജസ്റ്റ് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അപ്പൊ ഒരു BGM വരും. കയ്യിലൊക്കെ ഞാനപ്പോ പിടച്ചിരിക്കുന്ന കണ്ടോടാ. വിഷയം ഉണ്ടെങ്കി ഓരോരുത്തരെ ഇഷ്ടം. എനിക്കിഷ്ടമാണ്. ഞാൻ എല്ലാ പടം ഒന്നുമല്ല, ചില പടങ്ങൾ ഇങ്ങനെ കാണുമ്പോ, ചില സീനെ കാണുമ്പോ പുള്ളിക്കൊരു വല്ലാത്തൊരു സ്വാഗ് ഉണ്ട് കേട്ടോ. ഭയങ്കരപ്പെട്ട ഒരു സ്വാഗ് ഉണ്ട് പുള്ളിക്ക്. എനിക്കറിയില്ല അത്. ഒരു ഷർട്ട് വേണ്ട, ഷോർട്സ് വേണ്ട, എനിക്ക് നിക്കർ പറ്റും. ഇതിനൊക്കെ നിക്കറെന്നാ പറയണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വിലയൊക്കെ എത്രയാണ്? വിലയൊക്കെ എത്രയാണോ? 1500 രൂപയാണ്. വല്ല ഡിസ്കൗണ്ട് ഉണ്ടാവോ? 1500 രൂപ എത്ര ഷട്ടി മേടിക്കാം? എനിക്ക് കിടന്നു വേണ്ട. വർഷങ്ങൾ ഉണ്ടായിരുന്നു. നല്ല മൂവിയല്ലേ? ഫോൺ ഏതാ ഇഷ്ടപ്പെട്ടെ? ഓക്കെ ഈ ഷട്ടി ഞാൻ എടുക്കോട്ടെ. അത് കൊള്ളായിരുന്നു. അത് നൈസായിരുന്നു പുള്ളിയുടെ. ഇങ്ങനെ കംബാക്ക് ആണ്. വിഷയമാണ് കേട്ടോ, വിഷയമാണ്. എന്തൊരു സർവൈവ് ചെയ്താ തിരിച്ചു വരുന്നത്. വിഷയമാണ്. കളിയൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എന്താ കളിച്ചോണ്ടിരുന്നേ എന്നുള്ള രീതിയിൽ. പവിൻ ബ്രോ വെൽക്കം ടു സ്ട്രീം. ഞാൻ കൊറേയൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് റാൻഡം ആണ് കേട്ടോ കാണുന്ന. റാൻഡം കാണണം എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഗൈസ്. നമുക്കിപ്പം ഡെത്ത് റൈസിന്റെ വരെ പരിപാടിക്ക് കയറണം. ഡെവിൻ ബ്രോ വെൽക്കം ടു സ്ട്രീം. ഡെവിൻ ബ്രോ വരുന്നില്ല കേട്ടോ. ഇത് കണ്ട് ഈ വീഡിയോ കണ്ടായിരുന്നു നമ്മള്. ആശിർക്കല്ലേ? പണ്ഡിതനാണെന്ന് തോന്നുന്നു. അതെന്ത് അടിമുടിയല്ലേ നോക്കുന്ന പോത്തിനാ? നിങ്ങൾക്ക് എത്ര കിലോ ഉള്ള പോത്തിനെ വേണം? ഒരു 2000 കിലോ ഉള്ള പോത്തി കേട്ടാ. 2000 കിലോ ഉള്ള പോത്താ? ഒരു കാര്യം ചെയ്യണം മോനെ, താഴെ വയൽ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ടേ, അവനെ അഴിച്ചോണ്ടോ. എന്നിട്ട് അവനെ കൂടെ അങ്ങ് ഒട്ടിക്കുക നമുക്ക്. എന്നിട്ട് ഒരു പോത്തെന്നങ്ങ് പറ. ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല ചേട്ടാ, അതുകൊണ്ടാണേ. എന്നാൽ നാളെ 7:30 സ്പെഷ്യൽ ക്ലാസ്. ഞാൻ പോത്തിനെ പറ്റിയും പശുവിനെ പറ്റിയും എരുമയെ പറ്റിയും ക്ലാസ് എടുത്തു തരാം കേട്ടാ. ഇതൊക്കെ ഒരു പൊതു ജ്ഞാനം ഉണ്ടോ? അതൊക്കെ ചിന്തിച്ചെടുക്കാളോ. ഇതൊന്നും ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരത്തില്ല. ചേട്ടാ ഇതിനൊരു വില പറ. എന്ത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് വില പറയാനോ? എങ്കിൽ എഴുതിയെങ്കിലും കാണിക്കണോ, പറയാൻ പറ്റത്തില്ലെങ്കിൽ. എന്ത്? എനിക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലെന്നോ? ഇത് വിൽക്കാനല്ലേ ചേട്ടാ ഇവിടെ വളർത്തുന്നത്? ഇതിനെ വിൽക്കാനല്ല ഞാൻ വളർത്തിയത്. പിന്നെ കഴപ്പാണോ വെറുതെ ഒരു പോത്തിനെ വളർത്താൻ? നീ ചോദിച്ച ഈ സെയിം ചോദ്യം ഞാൻ വേറെ വേവിൽ കൂടെ ചോദിക്കണേ. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വട്ടാണോ നിന്നെ ഇങ്ങനെ പോത്തിനെ പോലെ വളർത്താൻ? ഒരു സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. പോത്തിന്റെ കാര്യം പറയട്ടാ. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. അതറിഞ്ഞിട്ട് ഈ പോത്തിന് 5ാമതൊരു കാലിറങ്ങി വരില്ലല്ലോ. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ അവനാണ്. നിനക്ക് തരാടാ. കുറച്ച് കഴിയുമ്പോ ഇത് എണീറ്റിരിക്കും, കുറച്ച് കഴിയുമ്പോ പുല്ല് കടിക്കും, കുറച്ച് കഴിയുമ്പോ കാടി കുടിക്കും. എടോ ഇതൊക്കെ ഒരുവിധം മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എടോ ഈ പോത്തിനെ കൊടുക്കുന്നുണ്ടോ? അത് അതിന്റെ ഓണറിന്റെ അടുത്താണ് ചോദിക്കണം, അത് എനിക്കറിയില്ല. പിന്നെ താനാരാ?
എന്നെ പറ്റി അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയണം. ഫ്ലാഷ് അയ്യോ എന്തോന്നാ പോണത്? എടി എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ. എക്സ്പ്രഷൻ ആണ് മെയിൻ ഗൈസ്. മൊബൈലില് വരച്ചെടുത്തതോ? എന്റെ അമ്മോ, വിഷയം ബ്രോ, വിഷയം. മൊബൈലിൽ വരച്ചാണെങ്കിൽ വേറെ ലെവൽ വിഷയം ഗൈസ്. ഇതില് സിപ്പിങ്, ഐറിസ് റിങ്, സ്വിമ്മിങ്, ജമ്പിങ് ഫ്രീ ഫെയിലോ? സോ ഗൈസ്, അപ്പൊ നമുക്ക് കുറച്ചു നേരമായിട്ട് നമ്മൾ ഡിസ്കോഡ് നോക്കി ഇരിപ്പുണ്ട്. സോ നമുക്കിനി നമ്മുടെ മറ്റേ പരിപാടി എന്തായി നോക്കാം. എന്നിട്ട് പയ്യെ നമുക്ക് ഇന്ന് നമ്മുടെ ഡെത്ത് റൈസിന്റെ പരിപാടിയിലേക്ക് നമുക്ക് കയറേണ്ടതാണ്. നമുക്ക് അതിന് മുന്നേ കണ്ണാപ്പിയുടെ വീഡിയോ, ഷൗട്ടക്സിന്റെ വീഡിയോ രണ്ടും നമുക്ക് കാണാം. ലാസ്റ്റ് ട്രോളം നോക്കാം. ഇതൊക്കെ എന്തോ ഹാക്കറോ? അഞ്ചരടിയടാ അതൊക്കെ. ചാപ്റ്റർ ക്ലോസ്ഡ്. സോ ഗൈസ്, നമുക്ക് ബാക്കിയൊക്കെ പിന്നെ കാണാം. പിന്നെ ഇനി പുതിയ ഷോർട്സ് കൊണ്ടിടുക. ഇതിൽ കൂടുതലും ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ റീൽസ് ആണ് കൂടുതലും കിടക്കുന്നത്. സോ റീൽസ് മാറ്റിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ കൊണ്ടിടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ മീ. ലാസ്റ്റത്തെ എന്തോ ട്രോള് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. മാളവിക ഒക്കെ ഫ്ലഫി. മാളുവിന്റെ ഹലോ, കേക്കുന്നുണ്ടാ മാളോ? കൈവക്കാനാ? കൈ വെക്കുന്ന ഏത് വെട്ടണാ? എക്സാ? ആ, ഇതെന്താ ചെസ്റ്റിലെന്താ ലേറ്റ് ആത്തുന്നേ? അതെന്നാ ഈ മോനെ കള്ളം വില്ലി. നല്ലൊരു A ക്ലാസ് പേരല്ലേ? ആശ ഇൻസ്റ്റയിൽ ലൈവ് ഒക്കെ വന്നല്ലേ? സെറ്റിമസ. ചന്ദ്രു അളിയാ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ്. ചന്ദ്രു, നീ പോണേണാ? അളിയ, താങ്ക് യു സോ മച്ച് ഫോർ ദ റൈഡ്. ചന്ദ്ര അളി, നീ മാളുവിന്റെ സൗണ്ട് കേട്ടോ ചന്ദ്ര, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫ്ലഫി വേണ്ട നമുക്ക്, സീരിയസ്ലി ഫ്ലഫി വേണ്ട അളിയ, നമുക്ക് മാള് മതി. മാളുവിന്റെ ഹലോ, കേക്കുന്നുണ്ടാ മാളോ? ക്രഷ് അടിച്ചു അളിയ, ക്രഷ് അടിച്ച്. അല്ല, ഇതിന്റെ പേരിൽ ഒരു അടി വേണ്ട. നിനക്ക് വേണം, എനിക്ക് വേണം, അങ്ങനെ ഒരു അടി വരരുത് പ്ലീസ്. ദയവ് ചെയ്ത് അങ്ങനെ ഒരു അടി കൊണ്ടുവരരുത്. മാളു എന്റെയാ. എടാ, എനിക്ക് ഫ്ലഫി വേണ്ട. ഞാൻ ഫ്ലഫിയെ ചോദിക്കുന്നില്ല, ഞാൻ മാളുവിനെയാ ചോദിക്കുന്നത്. ആസ്കിംഗ് ഫോർ മാളു. ഡ്യൂപ്ലിക്കേറ്റ് ടെക്സ് ചെയ്ത് നമ്മുടെ പയ്യന്മാരെ സെറ്റ് ചെയ്ത കിള്ളം ബോട്ടാണ്. ഹായിയൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പകരം പെട്ടെന്ന് പുള്ളിയെ റിപ്ലൈ ആയിരിക്കും കേട്ടോ. അശ്യേ ഫ്ലഫി നോ മാളു, അതിന് ദാമു ചാകണം.
എടാ ഞാൻ ഇന്നലെ ദാമു ആയിരുന്നു മറ്റേ കപ്പിൾ ആർപി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ദാമുവിനൊക്കെ എന്തിനാ വട്ടോടോ ഇങ്ങനെ കപ്പിൾ ആർപി. അവനെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഗൈസ്, അവനെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഒരിക്കലും ദാമുവിനെ ഞാൻ ഈ കേസിൽ കുറ്റപ്പെടുത്തില്ല ഗൈസ്. ഇത് ദാമുവിന്റെ കുറ്റമല്ല ഇതൊരിക്കലും. സോ ഗൈസ് നമുക്ക് ഇന്ന് ഡെത്ത് റേസിന്റെ ബാക്കി പരിപാടികൾ ഏതുവരെ ആയിരുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ കോൾ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് സിറ്റിയിലോട്ട് കയറാം. സോ അപ്പൊ നമ്മള് ഡെത്ത് റേസ് ഇന്ന് നമ്മുടെ